ഇന്നലെ മുതൽ ചർച്ചാ വിഷയം സിദ്ധാർത്ഥ് എന്ന ഒരു സീരിയൽ താരമാണ്. ബാലതാരമായിട്ട് വന്നതാണ്. ഇപ്പോഴും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയി, 10-26 വയസ്സായി. ആശാൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊന്നും സീരിയൽ കാണുന്ന വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ വീട്ടച്ചന്മാർക്കോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരങ്ങൾക്കോ അവർക്കൊന്നും അറിയില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ പാവം ചെറുക്കൻ, അല്ലെങ്കിൽ അവൻ വെള്ളം അടിച്ചതല്ലേ ഉള്ളൂ, അവർ അബദ്ധം പറ്റിപ്പോയതല്ലേ എന്നുള്ള തരത്തിലാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾക്കാണ് ഈ ഒരു ഗതി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? നിങ്ങളുടെ അച്ഛനോ സഹോദരങ്ങളോ ഇല്ലെങ്കിൽ ഭർത്താവിനോ ആണ് ഈ ഒരു ഗതി വന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കുമോ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇവനെ പറ്റിയിട്ടുള്ള പല കുൽസിത വാർത്തകളും വരുന്നുണ്ട്. നമ്പർ 18 എന്ന് പറയുന്ന ഒരു നാണം കെട്ട കൊച്ചിയിലെ ഒരു ഹോട്ടലുണ്ട്. അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇതിനു മുന്നേയും ഒരുപാട് പ്രശ്നങ്ങള്, അതായത് മോഡലുകൾ അടക്കം എന്ന് പറഞ്ഞാൽ അവിടെ മരണമടഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പണക്കാരായ കുറച്ച് വേട്ടാവളിയന്മാർ അവിടെ പോയിട്ട് എന്നാ പറയേണ്ടത് അർമാദിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ എന്തും കിട്ടും. പൊതുജനങ്ങളായ ആരെങ്കിലും പോയിട്ട് ഒരു ബീവറേജിന്റെ മുന്നിൽ ഒരു ക്വാർട്ടറും വാങ്ങിച്ചിട്ട് വെളിയിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം പിടിച്ചിട്ട് പൊക്കിയിട്ട് അവനെ കൊണ്ട് വെള്ളയടിപ്പിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും ആർക്കും കേറാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആർക്കും പോയിട്ട് അന്വേഷിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെയൊക്കെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നടത്തുന്നത് വൻകിട ടീമുകളാണ്, നമുക്കൊന്നും അറിയുകയും കൂടി ചെയ്യില്ല. പക്ഷെ ഇവന്മാർ ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴേ പാവപ്പെട്ട ആരെങ്കിലും ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ജീവിക്കുന്നതേ. അപ്പൊ ഈ ഹോട്ടലിൽ അതിലൂടെ തന്നെ ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ അവരുടെ പെരടിക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഈ അപകടങ്ങളിലൊക്കെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ലഹരി കാണാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തിരികെ വെക്കുന്ന സാധനങ്ങൾ കാണാം, MDMA പോലെയുള്ള സാധനങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അടിച്ചിട്ടാണ് ഇന്ന് പലരും എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രം ഇത്രയും അപകടങ്ങൾ സംഭവിക്കുന്നത്. വേറെ ഒരു സ്ഥലത്തുമില്ല. ഇവിടെ എന്തെങ്കിലും വിഷയമായി കഴിഞ്ഞാൽ മാത്രം, ഇപ്പോഴും കാണുന്നില്ലേ സിദ്ധാർത്ഥന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. എത്ര മാസത്തേക്കാണ്? ആരെങ്കിലും കണ്ണിൽ പൊടിയിടാനാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് എന്തുകൊണ്ട് ഡിസ്മസ് ചെയ്തുകൂടാ? അതായത് ഒരു അപകടം ഉണ്ടാക്കിയ ഒരുത്തൻ ഇനി വണ്ടി ഓടിക്കണ്ട, ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് നീ ഇനി ഓടിച്ചാൽ മതി എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇവിടെ അപ്പോഴെന്ന് പറഞ്ഞ എല്ലാം എന്ന് പറഞ്ഞ ഒരു സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, ഇദ്ദേഹത്തെ ആൾക്കൂട്ട വിചാരണകൾ നടത്തുന്നതായിട്ട് കണ്ടു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ ഒരു സീരിയൽ താരമാണ്. അതുമാത്രവുമല്ല, ഇയാള് വെള്ളത്തിന്റെ ആ പുറത്ത് നാട്ടുകാരോട് എന്തെങ്കിലും മേക്കിട്ട് കയറിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്, ഈ കുരുക്കിട്ടോ മാത്രമല്ല, അതായത് നിങ്ങൾ എല്ലാവരും കുടുങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ എടുത്ത് ചാടുമ്പോഴേ ഒരാൾ മാത്രമല്ല എല്ലാവരും കുടുങ്ങും. ഇപ്പോഴും കാണുന്നില്ലേ നമ്മുടെ പാലക്കാട് ഇതുപോലെ ഒരുത്തനെ പിടിച്ചിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയതാ. അവൻ മരിച്ചും പോയി. അവന് അതിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളടക്കം ഇപ്പോഴും കുടുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അട്ടപ്പാടി മധുവിനെ അവിടെ ഭക്ഷണം കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചേർന്ന് പെരുമാറി. അവൻ മരിച്ചുപോയി. അതിൻ്റെ ഇടയിലും ഒരുപാട് ആൾക്കാർ കുടുങ്ങി. അപ്പൊ ഇങ്ങനെ ആൾക്കൂട്ട വിചാരണകള് നമ്മുടെ നാട്ടിൽ ഇപ്പോഴിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, പണ്ട് UP, ബീഹാർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളൊന്നും കേൾക്കാത്ത സംഭവങ്ങൾ കേൾക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ എല്ലാം കേരളത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ എല്ലാവരും നല്ലവരായപ്പോഴും നമ്മൾ മാത്രം ഇപ്പോഴും പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധരോ ഒരു മണ്ണാങ്കട്ടിയല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു തരം വേട്ടാവളിയന്മാരാണ് നമ്മളൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും വലുത് എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളയായതുകൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതായത് വെള്ളം അടിച്ചവനെ പിടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാറിന്റെ മുന്നിൽ പോയി നിന്നാൽ മതി. അവിടുന്ന് ഓരോ വണ്ടിയും എടുത്തിട്ട് ആൾക്കാർ വരുന്ന ബെർത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാറിന്റെ അടുക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം ഭയമാണ്. കാരണം എന്താണെന്നറിയാം, ഇവമാർക്ക് കണ്ണിൻ ചവിടും ഉണ്ടാവില്ല. എങ്ങനെയാ ഇവമാർ കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് മാത്രമേ നമ്മൾ ബാറിന്റെ അതിലൂടെ വണ്ടി ഓടിക്കാറുള്ളൂ. കാരണം അവിടെയൊക്കെ നിർത്തുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകുന്നവരല്ല, അവരൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യപിക്കാൻ പോകുന്നവരാണ്. അവരൊന്നും പിന്നെ ആൾക്കാരെ എന്താ പറഞ്ഞിട്ട് മറ്റേ ഇതും കൊണ്ടല്ല പോകുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാരെയും കൊണ്ടല്ല പോകുന്നത്. അവരൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ റോഡിൽ ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബത്തിന്റെ പ്രതീക്ഷയായിരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ മക്കളുടെ അച്ഛനെ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് പേര് ഇവരെ പോലെയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥിന് ഒരു 5 കൊല്ലമെങ്കിലും അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ 2-3 മാസം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെയുള്ള പണക്കാരായ ഒരുപാട് എംബോക്കികൾക്കുള്ള ഒരു വിചാരം ഇതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫൈൻ അടക്കാം, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ MBD പറയും നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം. അങ്ങനെ സംസാരിക്കും, നേതാക്കന്മാർ ഇടപെടും, രാഷ്ട്രീയക്കാരും മറ്റവരെല്ലാവരും ഇടപെടും. അങ്ങനെ ഇവന് പരമാവധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ബെൻസൊക്കെ ഉള്ളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ളവനായിരിക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്താഴ പ്രശ്നക്കാരൻ ഒരിക്കലും ഒരു ബെൻസ് എടുത്ത് നടക്കൂലല്ലോ, അതുപോലെ ഒരു ഓടി എടുത്ത് നടക്കൂലല്ലോ, ഒരു BMW എടുത്ത് നടക്കൂലല്ലോ. അപ്പൊ അവനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കൂടി കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോ ഈ ആൾക്കൂട്ട വിചാരണയും കാര്യത്തോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബോധാവസ്ഥയിലായ ഇവനെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇതിനു മുമ്പേ അറിയാലോ, ഒരു എന്താ പറയുക, ഒരു കളക്ടർ ആരോ ഇല്ലേ, ഒരു കാമുകീന്റെ കൂടെ പോയിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ ഇടിച്ചിട്ട് കൊന്നില്ലേ? അതൊക്കെ എന്തായി? ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവമല്ല, ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഈ സിദ്ധാർത്ഥ മാത്രമാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, സിദ്ധാർത്ഥിനെ ന്യായീകരിക്കുന്നവരോടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ നിങ്ങൾ ഒരിക്കലും ന്യായീകരിക്കരുത്. സീരിയൽ താരങ്ങളായാലും സിനിമാ താരങ്ങളായാലും അവർക്കൊരു എല്ല് കൂടുതൽ തന്നെ, ഒരു തണ്ട് കൂടുതലാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അവരെന്തോ ഒരു വലിയ സംഭവമാണ്. പ്രത്യേകിച്ചും തന്നെ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാകും, ഒരുപാട് പിടിപാടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ചങ്ങാതി, അതായത് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ കൊച്ചിയിലെ ആ വൃത്തികെട്ട ഹോട്ടലിൽ പോയിട്ട് വരെ അവിടുന്ന് എന്താ പറയേണ്ടത്, ലഹരി പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ പറ്റിയിട്ടുള്ള ഒരാൾ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞാൽ കുൽസിത പ്രവർത്തനങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ഈ ലഹരിയും അല്ലെങ്കിൽ ഇത് കുടിയും ബലിയും മാത്രമല്ല, പെണ്ണുങ്ങളും ഉണ്ടാവും. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുത്ത തയ്ച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. അല്ലാതെ വെറുതെ ഒന്നും അല്ല അവിടെ പോയിട്ട് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാനൊന്നും അല്ല. ഇങ്ങനെ കുൽസിത പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൊച്ചിയിൽ ഇങ്ങനെ ദിനം ദിനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതിൻ്റെയൊക്കെ പേരും മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്പാ. അതാണ്, എല്ലാവരും സ്പാന്റെ ബിസിനസിന്റെ പുറകെയാണ്. സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത മലയാളികൾ വരെ സ്പാന്റെ പുറകെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ കൊച്ചിയിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ സംഭവം കൊച്ചിയിലല്ല കേട്ടാ, ഇതെന്ന് പറഞ്ഞാൽ ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഇയാൾ മാത്രമല്ല, ലോകത്ത് ഒരുപാട് പേര് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനങ്ങൾ കൂടുതലാണ്. ഇന്നലെ ഇപ്പോഴും വാശിയാണ് ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് എന്നുള്ള തരത്തിൽ. കാരണം എന്താ, ഇവന്മാരൊക്കെ വെറും വെളിവില്ലാത്തവന്മാരാണ്. ഈ വിൽക്കുന്നവന്മാർ ആണെങ്കിൽ ഈ ബീവറേജിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ബീവറേജിൽ നമ്മളൊരു കുപ്പി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ തോന്നൂല. അത്രത്തോളം ഒരു പുച്ഛത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക അധികാരം വെച്ചിട്ടും, പിന്നെ ഇവരൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഈ കുടിക്കുന്നവർ വെറും കൃമി കീടങ്ങളാണ് എന്നുള്ള തരത്തിലാണ് അവിടെയുള്ള ജീവനക്കാരുടെയൊക്കെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ. അതൊക്കെ പോട്ടെ, വേറെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നാളെ ലിസ്റ്റ് വരും. 25 കോടി ചാലക്കുടി, 30 കോടി എറണാകുളം, ഇങ്ങനെ ഓരോ ലിസ്റ്റും വരാനുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പുച്ഛമാണ് നമുക്ക് തോന്നുന്നതാണ്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്? ഈ മദ്യപാനം ഇങ്ങനെ എന്താ പറയേണ്ടത്, ഇത്രയും ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ എന്താ പറയുക, ആർഭാടപരമാക്കാൻ വേണ്ടിയിട്ട്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എത്ര പേരുടെ കണ്ണീരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിദ്ധാർത്ഥിനെ മാത്രം കുറ്റം പറയുന്നില്ല. സിദ്ധാർത്ഥ് ചെയ്തത് ഒരു വലിയ കുറ്റം തന്നെയാണ്. ആൾക്കൂട്ട വിചാരണ ചെയ്യാനും പാടില്ല. അത് ചെയ്തത് അതിലും വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താ പറയേണ്ടത്, ഇപ്പൻ്റെ കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.